My dear students, welcome to Learner's World. In this video, I talk about questions and answers, the price of flowers. First question, why was the narrator's attention drawn to the English girl? അപ്പോൾ ഇത് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന് അതായത് നമ്മുടെ നരേറ്ററുടെ അറ്റൻഷൻ ശ്രദ്ധ ആ ഒരു ഇംഗ്ലീഷ് ഗേളിൽ ചെന്നെത്താനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചത്. The narrator's attention was drawn to English girl because she had been watching him with interested surprise, but she turned her eyes away as soon as he looked at her. അതായത് ആ ഒരു ഇംഗ്ലീഷ് ഗേളിൽ നരേറ്ററുടെ ശ്രദ്ധ എത്താനുള്ള കാരണം ആദ്യമൊക്കെ ആ കുട്ടി നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മുടെ നരേറ്റർ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അതാണ് നമ്മളുടെ നരേറ്റർ ആ കുട്ടിയെ ശ്രദ്ധിക്കാനുള്ള കാരണം. ബട്ട് ഷീ ടേൺ ഹർ ഐസ് അവേ as soon as he looked at her. പക്ഷേ അദ്ദേഹം നമ്മളുടെ നരേറ്റർ അവളെ നോക്കിയപ്പോൾ തന്നെ അവൾ കണ്ണുകൾ തിരിച്ചെടുത്തു എന്നാണ് പറയുന്നത്. ഷി വാസ് 13 or 14 years old. അവൾക്ക് 13-14 വയസ്സേ ഉള്ളൂ. ഫ്രം ഹെർ ക്ലോസ് വൺ കുഡ് ഗസ് ഷി വാസ് എ പുവർ ഗേൾ. അവളുടെ ഡ്രസ്സ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവളൊരു പുവർ ഗേളാണ്. ഷി ഹാഡ് ലാർജ് ഐസ് വിച്ച് ഹാഡ് എ സാഡ് എക്സ്പ്രഷൻ. അവൾക്ക് വലിയ കണ്ണുകളൊക്കെ ഉണ്ട്. ആ കണ്ണുകൾ ദുഃഖം നിറഞ്ഞ രണ്ട് വലിയ കണ്ണുകളാണെന്നാണ് പറയുന്നത്. അതായത് ആ ഒരു ഗേളിനെ ശ്രദ്ധിക്കാനുള്ള കാരണം നമ്മുടെ നരേറ്റർ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് ആ പെൺകുട്ടി നരേറ്ററെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നരേറ്റർക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നി, അതായത് എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നുള്ളത്. അങ്ങനെ നരേറ്റർ നോക്കാൻ തുടങ്ങിയപ്പോൾ ആ കുട്ടി കണ്ണുകളെടുത്തു. ഇതാണ് അതിനുള്ളൊരു കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഇംപ്രഷൻ ഓഫ് ദ ഗേൾ? അതായത് ആ പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഷീ ഈസ് എ ടീനേജർ ഫ്രം എ പുവർ ഫാമിലി. അവളൊരു ടീനേജറാണ് അല്ലേ, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ളൊരു ടീനേജ് ഗേളാണ്. ഷീ ഹാഡ് ലാർജ് ഐസ് വിത്ത് എ സോറോഫുൾ എക്സ്പ്രഷൻ. അവൾക്ക് വലിയ കണ്ണുകളുണ്ടായിരുന്നു, അതായത് സോറോഫുൾ എക്സ്പ്രഷൻ, അതായത് ദുഃഖം നിറഞ്ഞിട്ടുള്ള വലിയ കണ്ണുകളുണ്ടായിരുന്നു. വെൻ ഷീ സോ ദ നരേറ്റർ സം ഐഡിയാസ് കെയിം ടു ഹെർ മൈൻഡ് ആൻഡ് ദാറ്റ് ഇസ് വൈ ഷീ വാച്ചസ് ഹിം സോ ക്ലോസ്ലി. അതായത് നമ്മളുടെ നരേറ്ററെ കണ്ടപ്പോൾ അവളുടെ മനസ്സിൽ കൂടി ചില ചിന്തകളൊക്കെ കടന്നുപോയി. അതുകൊണ്ടാണ് അവൾ അയാളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ദെൻ ഷീ ട്രൈസ് ടു ഫൈൻഡ് ഔട്ട് ഇഫ് ഹി ഈസ് ആൻ ഇന്ത്യൻ ആൻഡ് ഇഫ് ഹി കംസ് ടു ദാറ്റ് പെർട്ടിക്കുലർ റെസ്റ്റോറൻറ്റ് ഓൾ ദ ടൈം. അങ്ങനെ അയാൾ നമ്മൾ നരേറ്ററെ ഒരു ഇന്ത്യക്കാരനാണോ എന്നും സ്ഥിരമായി ആ ഹോട്ടലിൽ വരാറുണ്ടോ എന്നും അവൾ അറിയാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. Something about Indians has got into her mind and she's trying to clarify her doubts. She's a polite girl who thanks people even when some small service is given to her. അതായത് ഇന്ത്യക്കാരെ കുറിച്ച് എന്തൊക്കെയോ അവളുടെ മനസ്സിലുണ്ടായിരുന്നു. ആ കാര്യങ്ങളെ കുറിച്ചിട്ട് അയാളോട് ചോദിച്ചറിയുവാൻ അവൾ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ചെറിയ സേവനങ്ങൾക്ക് പോലും നന്ദി വാക്ക് പറയുന്ന വളരെ പൊളൈറ്റായിട്ടുള്ള നല്ലൊരു പെൺകുട്ടിയായിരുന്നു ഈ ഒരു ഇംഗ്ലീഷ് ഗേൾ. Question number 3, how do you know that the girl was interested in knowing the identity of the narrator? അതായത് ആ ഒരു നരേറ്ററെ കുറിച്ചിട്ട് ആ പെൺകുട്ടിക്ക് അറിയാൻ ആഗ്രഹമുള്ളതായി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. I know that the girl was interested in knowing the identity of the narrator from the fact that she watched him with interested surprise. അതായത് ആ പെൺകുട്ടി വളരെ അത്ഭുതത്തോടെയും ഉത്സാഹത്തോടെയാണ് അയാളെ വീക്ഷിച്ചിരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ആ ഒരു നരേറ്ററുടെ ഐഡൻറ്റിറ്റി അറിയാൻ ഇൻട്രസ്റ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. Later she asked the cashier whether the narrator was an Indian and whether he comes to the restaurant every day. അതിനുശേഷം ആ പെൺകുട്ടി അതായത് ആ റെസ്റ്റോറൻറ്റിലുള്ള ക്യാഷ്യറോട് ചോദിക്കുന്നുണ്ട് അയാളൊരു ഇന്ത്യക്കാരനാണോ എന്നും സ്ഥിരമായിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരാറുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം അയാളുടെ ഐഡൻറ്റിറ്റി അറിയാൻ ഇവൾക്ക് നല്ല താല്പര്യമുണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what do you understand about the probable financial condition of the girl? അതായത് ആ പെൺകുട്ടിയുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരിക്കും എന്ന് നമ്മുടെ നരേറ്റർ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്നാണ്. ദ ഗേൾ ഈസ് ഫ്രം എ പുവർ ഫാമിലി ആൻഡ് ദാറ്റ് വി ക്യാൻ ഗസ് ഫ്രം ദ ഡ്രസ് ഷീ ഈസ് വിയറിങ്. അവൾ ധരിച്ചിരുന്ന ഡ്രസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവളൊരു പുവർ ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഷീ ഹാസ് ലാർജ് ഐസ് വിച്ച് ഹാവ് എ സാഡ് എക്സ്പ്രഷൻ.
അവൾക്ക് വലിയ കണ്ണുകളുണ്ട്, പക്ഷെ ആ കണ്ണുകളിൽ എന്താണ് ദുഃഖം നിറഞ്ഞിട്ടുണ്ട്. The waitress says that she comes to the restaurant only on Saturdays for her lunch because Saturday is the pay day. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിലുള്ള ക്യാഷ്യർ പറയുന്നുണ്ട് അവൾ സാറ്റർഡേസിൽ മാത്രമേ ഇവിടെ ഫുഡ് കഴിക്കാൻ വരുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ സാറ്റർഡേസിലാണ് അവൾക്ക് ക്യാഷ് കിട്ടുന്നത്, സാലറി കിട്ടുന്നത്. ആ ഒരു ടൈമിൽ മാത്രമേ അവൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാറുള്ളൂ. ഓൺ ദ അതർ ഡേ ഷീ ഡസ് നോട്ട് ടേക്ക് ലഞ്ച് ബിക്കോസ് ഷീ ഹാസ് നോ മണി. ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും അവൾ ഫുഡ് കഴിക്കാറില്ല, കാരണം അവളുടെ കയ്യിൽ ക്യാഷ് ഇല്ല. ഷീ ഈസ് വർക്കിംഗ് ഇൻ എ നിയർ ബൈ ഷോപ്പ് മേ ബി ഫോർ എ വെരി സ്മോൾ പേ. ആസ് ഷീ ഈസ് എ ടീനേജർ നോബഡി വുഡ് ഹയർ ഫോർ എ ബിഗ് സാലറി. അതായത് അവൾ അടുത്തുള്ള ചെറിയ തുച്ഛമായ ശമ്പളത്തിന് ചെറിയ കടയിലായിരിക്കും അവൾക്ക് ജോലി. അതുപോലെ ചെറിയ പെൺകുട്ടി ആയതുകൊണ്ട് കൂടുതൽ പൈസക്കാരും തന്നെ അവളെ ജോലിക്ക് നിർത്തുകയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ നിന്ന് നമ്മളുടെ നരേറ്റർക്ക് മനസ്സിലായിട്ടുണ്ട് അവളൊരു പൂവർ ഗേളാണെന്നുള്ളത്. Then next question, why was the narrator curious about the girl? What did he do to meet her? അതായത് ആ നരേറ്റർക്ക് പെൺകുട്ടിയെക്കുറിച്ച് ആകാംക്ഷ തോന്നാനുണ്ടായ കാരണം എന്താണ്, അവളെ കണ്ടെത്താനായി അയാൾ എന്താണ് ചെയ്തത് എന്നാണ്. The narrator was curious about the girl because he found she was curious about him. അതായത് അങ്ങനെയുള്ള ഒരു ക്യൂരിയോസിറ്റി തോന്നാനുള്ള കാരണം ആ പെൺകുട്ടി നരേറ്റർ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ഇൻട്രസ്റ്റ് തോന്നി ആ പെൺകുട്ടിയിൽ. അയാളെക്കുറിച്ച് അറിയാൻ ആ പെൺകുട്ടിക്ക് താല്പര്യം കാണിച്ചത് പോലെ അവളിൽ അയാൾക്കും താല്പര്യം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. She asked the cashier if he was an Indian and if he came to the restaurant every day. From the waitress he had come to know that the girl works in a nearby shop. So to meet her he looked into the shops on the street near St. Martin's Lane and the shops on the strand. But he could not trace her. Then he met her in the restaurant again on the next Saturday during lunch day. അപ്പോൾ നരേറ്റർ ക്യാഷ്യറോട് ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടി എന്നും ഇവിടെ വരാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ക്യാഷ്യർ പറയുന്നുണ്ട് അവളിങ്ങനെ സാറ്റർഡേസിലേ വരാറുള്ളൂ, അവൾ ഒരു ഷോപ്പിലാണ്, സെൻറ്റ് മാർട്ടിൻസ് ലൈനിലുള്ള ഒരു ഷോപ്പിലാണ് അവൾ ജോലി ചെയ്യുന്നത്. പക്ഷേ നരേറ്റർക്ക് അപ്പോഴൊന്നും അവൾ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ സ്ഥിരം കഴിക്കാറുള്ള ആ ഒരു റെസ്റ്റോറൻറ്റിൽ വീണ്ടും വന്നപ്പോഴാണ്, ഒരു സാറ്റർഡേ ലഞ്ച് ടൈമിൽ വന്നപ്പോഴാണ് ആ പെൺകുട്ടിയെ മീറ്റ് ചെയ്തത്. Then question number 6, why did the narrator go to the restaurant again? എന്തുകൊണ്ടാണ് നമ്മൾ നരേറ്റർ റെസ്റ്റോറൻറ്റിൽ വീണ്ടും പോയത്? The narrator went to the restaurant again in the hope of meeting the young English girl. ആ ഒരു ഇംഗ്ലീഷ് ഗേളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നരേറ്റർ വീണ്ടും അങ്ങോട്ട് പോയത്. He was told by the waitress that the girl came to the restaurant on Saturday for lunch. അതായത് ആ ഒരു ക്യാഷ്യർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടി സാറ്റർഡേസിൽ ലഞ്ച് കഴിക്കാൻ ഇങ്ങോട്ട് എന്നും വരാറുണ്ട്, അതുകൊണ്ടാണ് റെസ്റ്റോറൻറ്റിലേക്ക് നരേറ്റർ വീണ്ടും പോയത്. Question number 7, what impression did the girl have about India? ആ പെൺകുട്ടിക്ക് ഇന്ത്യയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്തൊക്കെയായിരുന്നു എന്നാണ്. ദ ഗേൾ തോട്ട് ദാറ്റ് ഇന്ത്യ വാസ് എ ഡേഞ്ചറസ് കൺട്രി ഫുൾ ഓഫ് ടൈഗേഴ്സ്, സ്നേക്ക് ആൻഡ് ഫിവേഴ്സ്. ആ പെൺകുട്ടി വിചാരിച്ചിരുന്നത് ഇന്ത്യ ഒരു ഡേഞ്ചറസ് കൺട്രിയാണ്, അവിടെ ഒരുപാട് ടൈഗേഴ്സ് ഉണ്ട്, സ്നേക്സ് ഉണ്ട്, അതുപോലെ എപ്പോഴും ഫിവേഴ്സ്, അതായത് ഒരുപാട് രോഗങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നാണ് ആ പെൺകുട്ടി വിചാരിച്ചിരുന്നത്. ദിസ് ഈസ് ദ ഇംപ്രഷൻ ഷീ ഗോട്ട് ഫ്രം പീപ്പിൾ. ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അഭിപ്രായമാണ് അവൾക്ക് ഇന്ത്യയെക്കുറിച്ചിട്ടുള്ളത്. Question number 8, was Maggie satisfied with her job? If not, why? അതായത് മാഗി, അതായത് ആ ഒരു ഇംഗ്ലീഷ് ഗേള് അവളുടെ ജോലിയിൽ സംതൃപ്തിയായിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട്? മാഗി വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഹെർ ജോബ്. അവൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു, സംതൃപ്തി ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് എ മെക്കാനിക്കൽ ജോബ്. അവളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ജോലി എന്ന് പറയുന്നത് ഒരു യാന്ത്രിക ജോലിയായിരുന്നു. ഷീ വാണ്ടഡ് ടു ഹാവ് ജോബ് ടു മേക്ക് യൂസ് ഓഫ് ഹെർ ബ്രെയിൻ. അപ്പോൾ അവൾക്ക് എങ്ങനത്തെ ജോലിയാണ് വേണ്ടത്, അതായത് അവളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ജോലികളോടാണ് അവൾക്ക് താല്പര്യം. ഷീ വുഡ് ലൈക്ക് ടു ബി എ സെക്രട്ടറി, അതായത് അവൾക്കൊരു സെക്രട്ടറി ആവണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ബ്രെയിൻ വർക്ക്? ബുദ്ധിയുള്ള ജോലി എന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ബൈ ബ്രെയിൻ വർക്ക് ഐ അണ്ടർസ്റ്റാൻഡ് ദോസ് ടൈപ്പ് ഓഫ് വർക്ക് വിച്ച് നീഡ് സം തിങ്കിങ്. വി ഇൻ ഇന്ത്യ ഓഫൻ കോൾ ബ്രെയിൻ വർക്ക് ആസ് വൈറ്റ് കോളർ ജോബ്. അതായത് ബുദ്ധിപരമായ ജോലി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉയർന്ന പദവിയിലുള്ള, അതായത് വൈറ്റ് കോളർ ജോബിനെയൊക്കെയാണ് ഈ ഒരു ബ്രെയിൻ വർക്ക് എന്ന് പറയുന്നത്. വൈറ്റ് കോളർ ജോലികളെയാണ് ഈ ഒരു ബ്രെയിൻ വർക്കായിട്ട്
കൺസിഡർ ചെയ്യുന്നത്, ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള ജോലികൾ. ദെൻ നെക്സ്റ്റ്, വൈ ഡിഡ് മിസ്റ്റർ ഗുപ്ത ഗോ ടു മാഗീസ് ഹൗസ്? അതായത് എന്തുകൊണ്ടാണ് മിസ്റ്റർ ഗുപ്ത മാഗിയുടെ വീട്ടിൽ പോയത് എന്നാണ്. മിസ്റ്റർ ഗുപ്ത വെൻ ടു മാഗീസ് ഹൗസ് ബിക്കോസ് ഷീ ഇൻവൈറ്റഡ് ഹിം. അതായത് ആ മാഗി അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തത് കൊണ്ടാണ് അയാൾ അങ്ങോട്ട് പോയത്. ഷീ വാണ്ടഡ് ടു ഇൻട്രൊഡ്യൂസ് ഹിം ടു ഹെർ മദർ ഹു വാണ്ടഡ് ടു മീറ്റ് ആൻ ഇന്ത്യൻ ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത് അബൌട്ട് ദ സ്റ്റോറീസ് ഷീ ഹാഡ് ഹേർഡ് അബൌട്ട് ഇന്ത്യ. അതായത് മാഗിയുടെ അമ്മക്ക് ഗുപ്തയെ കാണേണ്ടതുണ്ടായിരുന്നു. അതായത് ഒരു ഇന്ത്യക്കാരിൽ നിന്ന് ഇന്ത്യയെക്കുറിച്ചിട്ടുള്ള സത്യങ്ങൾ നേരിട്ടറിയാൻ ആ മാഗിയുടെ അമ്മക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. മോറോവർ മിസ്റ്റർ ഗുപ്ത ഹാഡ് ഡെവലപ്ഡ് സം ലൈക്കിംഗ് ആൻഡ് സിമ്പതി ടുവാർഡ്സ് മാഗി ആൻഡ് വാസ് വില്ലിംഗ് ടു ഹെൽപ്പ് ഹർ ഇൻ എനി വേ പോസിബിൾ. അതുപോലെ തന്നെ മാഗിയോട് ഒരിഷ്ടവും സഹതാപവും ഒക്കെ തോന്നിയ ഗുപ്തക്ക് അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ലിവിങ് കണ്ടീഷൻസ് ഓഫ് മാഗി ആൻഡ് ഹെർ മദർ? ഓക്കെ, അതായത് മാഗിയുടെയും അമ്മയുടെയും ജീവിത സാഹചര്യങ്ങൾ എപ്രകാരമായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ദ ലിവിങ് കണ്ടീഷൻസ് ഓഫ് മാഗി ആൻഡ് ഹെർ മദർ വർ വെരി പുവർ. അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ മോശമായിരുന്നു. ദേ ലിവ്ഡ് ഇൻ എ സ്മോൾ ഹൗസ് ഇൻ ലാംബത്ത് ഏരിയ വേർ പുവർ പീപ്പിൾ ലിവ്ഡ്. അതായത് പാവപ്പെട്ടവർ താമസിക്കുന്ന ലാംബത്ത് എന്ന സ്ഥലത്ത് ഒരു ചെറിയ വീട്ടിലാണ് അവരുടെ താമസം. ഹിയർ the streets are above the ground, kitchens are often below street level, they had very cheap furniture and that too was very little. അതായത് ഭൂമിയുടെ നിരപ്പിൽ നിന്ന് മുകളിലായിരുന്ന തെരുവ് വീതി വഴിയുടെ നിരപ്പിൽ നിന്ന് താഴെയാണ്. അവിടെ അടുക്കളകളൊക്കെ താഴത്തെ നിലയിലാണ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. വളരെ നിലവാരം കുറഞ്ഞ കുറച്ച് ഫർണിച്ചേഴ്സ് മാത്രമേ അവരുടെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ദ കാർപ്പറ്റ് വാസ് വെരി ഓൾഡ് ആൻഡ് ടോൺ ഇൻ മെനി പ്ലേസസ്. അതായത് അവിടെ ഉണ്ടായിരുന്ന കാർപ്പറ്റ് ചവിട്ടികളൊക്കെ പഴകിയതും കീറിപ്പറഞ്ഞതായിരുന്നു. മാഗീസ് മദർ ബേക്ക്ഡ് കേക്ക്സ് ആൻഡ് സോൾഡ് ദം ഫോർ എ ലിവിങ്. അവർ ജീവിച്ചിരുന്നത്, അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് മാഗിയുടെ അമ്മ കേക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ട് വിൽക്കുക, അതായിരുന്നു അവരുടെ ഉപജീവന മാർഗം. വൈ സാറ്റർഡേ സ്പെഷ്യൽ ടു മാഗി ആൻഡ് ഹെർ മദർ? അതായത് മാഗിക്കും മദറിനും ശനിയാഴ്ചകൾ പ്രത്യേകത നിറഞ്ഞതാണ്. എന്തുകൊണ്ട്? സാറ്റർഡേ ഈസ് സ്പെഷ്യൽ ടു മാഗി ആൻഡ് ഹെർ മദർ ഫോർ 2 റീസൺസ്. അതായത് 2 കാരണങ്ങൾ കൊണ്ട് അവർക്ക് സാറ്റർഡേസ് സ്പെഷ്യലാണ്. ഇറ്റ് ഈസ് മാഗീസ് പേ ഡേ. അതായത് മാഗിക്ക് സാലറി കിട്ടുന്ന ദിവസമാണ് അന്ന്. ഓൺ വിച്ച് ഷീ ക്യാൻ എൻജോയ് എ മീൽ ഇൻ എ റെസ്റ്റോറൻറ്റ്. ആ ദിവസമാണ് അവൾ റെസ്റ്റോറൻറ്റിൽ പോയി നല്ലൊരു ഭക്ഷണം കഴിക്കുന്നത്. സാറ്റർഡേ നൈറ്റ് ഇസ് എ ടൈം ഓഫ് ഫെസ്റ്റിവിറ്റി ഇൻ പുവർ നെയ്ബർഹുഡ് ലൈക്ക് ലാംബത്ത്. അതുപോലെ ലാംബത്ത് പോലെയുള്ള സ്ഥലങ്ങളിൽ പാവപ്പെട്ടവർക്ക് ഒരു ആഘോഷത്തിൻ്റെ സമയമാണ് ശനിയാഴ്ചകളിലെ രാത്രികൾ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡേ വെൻ ദ പുവർ ആർ ഏബിൾ ടു സ്പെൻഡ് എ ലിറ്റിൽ ആസ് ദ റിസീവ് ദെയർ വേജസ്. അതായത് അവർക്ക് കിട്ടുന്ന ആ വേജസ്, ആ ഒരു കൂലിയിൽ നിന്ന് ഒരു പോർഷൻ അവർ ചിലവഴിക്കുന്ന ദിവസമാണ് സാറ്റർഡേ. മാഗീസ് മദർ ബേക്സ് കേക്ക്സ് ആൻഡ് സെൽ ദം ഓൺ സാറ്റർഡേ ആൻഡ് ദാറ്റ് ഇസ് ഹൗ ദേ മേക്ക് എ ലിവിങ്. സോ സാറ്റർഡേ ഈസ് സ്പെഷ്യൽ ടു ബോത്ത് ഓഫ് ദം. അതുപോലെ മാഗിയുടെ അമ്മ ഉണ്ടാക്കിയിട്ടുള്ള കേക്കുകളൊക്കെ സാറ്റർഡേസിലാണ് സെൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സാറ്റർഡേ സ്പെഷ്യലാണെന്നാണ് പറയുന്നത്. ഹൗ ഡിഡ് മിസ്റ്റർ ഗുപ്ത ഡിസ്ക്രൈബ് ഇന്ത്യ ടു മിസ്സിസ് ക്ലിഫോർഡ്? അതായത് മിസ്സിസ് ക്ലിഫോർഡിനോട് ഇന്ത്യയെക്കുറിച്ചിട്ട് ഗുപ്ത വിവരിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യയെക്കുറിച്ചിട്ട്? മിസ്റ്റർ ഗുപ്ത സെഡ് ദാറ്റ് ഇന്ത്യ വാസ് എ ബ്യൂട്ടിഫുൾ കൺട്രി, ഇറ്റ് ഈസ് നോട്ട് കോൾഡ് ലൈക്ക് ഇംഗ്ലണ്ട്. അതായത് മിസ്റ്റർ ഗുപ്ത പറയുകയാണ് ഇന്ത്യയെക്കുറിച്ചിട്ട് വളരെ ബ്യൂട്ടിഫുൾ കൺട്രിയാണ് ഇന്ത്യ, നമ്മുടെ ഇംഗ്ലണ്ടിലെ പോലെ അത്ര തണുപ്പൊന്നുമില്ല. ബട്ട് ഈസ് സം വാട്ട് ഹോട്ട്. ഇന്ത്യയിൽ എന്താണ്? ചൂടാണ്. ഓഫ് കോഴ്സ് ദർ ആർ ടൈഗേഴ്സ് ആൻഡ് സ്നേക്ക് ഇൻ ഇന്ത്യ ബട്ട് ദേ ലിവ് ഇൻ ദി ജംഗിൾസ്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ എന്താണ് ടൈഗേഴ്സും അതുപോലെ സ്നേക്സും ഒക്കെ ഉണ്ട്. പക്ഷെ അവർ താമസിക്കുന്നത് എവിടെയാണ്? ജംഗിൾസിലാണ്, കാട്ടിലാണ്. ഇഫ് ദേ കെയിം ഇൻ ടു ദ പ്ലേസസ് വെർ പീപ്പിൾ ലിവ് ദേ ഗെറ്റ് കിൽഡ്. ആളുകൾ താമസിക്കുന്ന ഭാഗത്തേക്ക് അവർ വന്നിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും കില്ല് ചെയ്യും. ദർ ആർ ഫീവേഴ്സ് ഇൻ സം പ്ലേസസ് ഇൻ ഇന്ത്യ. ചില ഭാഗങ്ങളിലൊക്കെ ഫീവേഴ്സ്, ചില രോഗങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ദേ ഡിഫർ വിത്ത് ദ പ്ലേസസ് ആൻഡ് സീസൺസ്. പക്ഷേ സീസൺ അനുസരിച്ച് അതിന് മാറ്റം ഉണ്ടാകും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് സൂപ്പർസ്റ്റിഷ്യൻസ്? ഡു യു ബിലീവ് ഇൻ എനി? അതായത് സൂപ്പർസ്റ്റിഷ്യൻസ് എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ്. സൂപ്പർസ്റ്റിഷ്യൻസ് ആർ ബാഡ് ബട്ട് ദേ ആർ rampant in the society. Superstitions are often connected with the religious beliefs and some unscrupulous
പീപ്പിൾ എക്സ്പ്ലോയിറ്റ് ദ ബിലീവേഴ്സ് ബൈ ഫീഡിങ് ദം വിത്ത് സൂപ്പർസ്റ്റിഷൻസ്. അതായത് അന്ധവിശ്വാസങ്ങൾ അത്ര നല്ലതല്ല, എന്നിരുന്നാലും സമൂഹത്തിൽ വളരെ വ്യാപകമായി ഇവ കാണപ്പെടുന്നുണ്ട്. അതായത് മതപരമായ വിശ്വാസങ്ങളുമായി ബന്ധപ്പെടുത്തി അന്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിച്ചും ജനങ്ങളെ ചൂഷണം ചെയ്തും ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, ഒരുപാട് ആൾദൈവങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. Some people believe that if a black cat crosses your way, the work for which you are going will not be done. അതായത് ചില ആളുകൾ വിശ്വസിക്കുന്നത് നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്ര പുറപ്പെടുമ്പോൾ കറുത്ത പൂച്ച കുറുകെ ചാടിയാൽ ആ കാര്യം നടക്കുകയില്ലെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു സൂപ്പർസ്റ്റീഷ്യസിന് എക്സാമ്പിളാണെന്നാണ് പറയുന്നത് കേട്ടോ. It is stupid to believe in superstitions. I don't believe in any. I believe in God, but not in the superstitions stated in His name. അതായത് ഇതൊക്കെ ഒരു മണ്ടത്തരങ്ങളാണ്. ഇതിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ദൈവത്തെ എനിക്ക് വിശ്വാസമാണ്. ദൈവത്തിൻ്റെ പേരിൽ നടത്തുന്ന അന്ധവിശ്വാസങ്ങൾ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. ദൈവമാണ് എല്ലാം അല്ലേ. മറ്റേതൊക്കെ എന്താണ്? ആൾദൈവങ്ങളാണ്. ആൾദൈവങ്ങളൊക്കെ അവർക്ക് ജീവിക്കാനുള്ള ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നു എന്ന് മാത്രം. Question number 17. Describe the incident that touched the narrator deeply. അതായത് നമ്മളുടെ നരേറ്ററെ ഇൻസ്പയർ ചെയ്ത്, അതായത് ഹൃദയത്തെ സ്പർശിച്ച ഒരു ഇൻസിഡൻറ്റ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. മാഗി ഹാഡ് എ വയലിൻ ആൻഡ് ഷീ ലേൺ ടു പ്ലേ സം സോങ്സ് വിത്ത് ഹെർ ഓൺ എഫേർട്സ്. അതായത് മാഗിക്ക് ഒരു വയലിൻ ഉണ്ടായിരുന്നു, സ്വന്തം പരിശ്രമത്താൽ അവൾ അത് വായിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഷീ കുഡ് നോട്ട് ഗോ to any teacher to learn violin because of the lack of money. അവൾക്ക് ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് അവൾക്ക് ഒരു ടീച്ചറെ കീഴിൽ വയലിൻ പഠിക്കാൻ കഴിഞ്ഞിരുന്നില്ല. her mother knows that Maggie has talent for playing violin. അവളുടെ അമ്മക്ക് അറിയായിരുന്നു അവൾക്ക് നല്ല ടാലൻറ്റ് ഉണ്ട് വയലിൻ വായിക്കാൻ. she tells the narrator that if ever their circumstances improved she would send Maggie to have violin lessons. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഈ ഒരു സാഹചര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ എന്തായാലും മാഗിയെ ഒരു വയലിൻ ക്ലാസ്സിന് വിടുമെന്ന് അമ്മ പറയുന്നുണ്ട്. ദിസ് ഇൻസിഡൻറ്റ് ഡീപ്ലി ടച്ച്ഡ് ദ നരേറ്റേഴ്സ് ഹേർട്ട്. അത് നമ്മുടെ നരേറ്റർ വളരെയധികം വിഷമിപ്പിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 18. വൈ വാസ് മാഗി അൺഎബിൾ ടു ഗോ ടു വർക്ക്? അതായത് മാഗിക്ക് ജോലിക്ക് പോകാൻ സാധിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്നാണ്. മാഗി വാസ് അൺഎബിൾ ടു ഗോ ടു വർക്ക് ബിക്കോസ് ഹർ മദർ വാസ് സീരിയസ്ലി സിക്ക്. അമ്മക്ക് സുഖമില്ലായിരുന്നു, അതുകൊണ്ട് അവൾക്ക് ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല. സിൻസ് ദർ വാസ് നോബഡി ഇൻ ദ ഹൗസ് ടു ലുക്ക് ആഫ്റ്റർ സിക്ക് മദർ ഷീ കുഡ് നോട്ട് ഗോ ഫോർ work. Then question number 9. Why did Mr. Gupta take some money with him when he went to see Mrs. Clifford? ഇത് മിസ്സിസ് ക്ലിഫോർഡിനെ കാണാൻ പോകുമ്പോൾ എന്തുകൊണ്ടാണ് മിസ്റ്റർ ഗുപ്ത കയ്യിൽ പണം കരുതിയത്? Mr. Gupta took some money with him when he went to see Mrs. Clifford because his hostess told him that since Maggie had not gone for work for a week and had not received any pay, ഇറ്റ് വാസ് പോസിബിൾ ദേ വർ ഇൻ എ ഫിനാൻഷ്യൽ ട്രബിൾ. അതായത് ഗുപ്തക്ക് അറിയായിരുന്നു അവർ ഫിനാൻഷ്യൽ ട്രബിളിലാണ്. അതുപോലെ ഗുപ്ത താമസിച്ചിരുന്ന ആ ഒരു വീടിൻ്റെ ഓണർ ഗുപ്തയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഗി ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല, അപ്പോൾ അവൾക്ക് കയ്യിൽ ക്യാഷ് ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കയ്യിൽ ക്യാഷ് കരുതിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇൻ ദ ലെറ്റർ മാഗി റോട്ട് ടു ഹിം ഷി ഹാഡ് mentioned that her mother was very ill and she was not able to go to work for a week. She had not asked for any financial help, but the hostess to whom the narrator spoke about the letter thought that Maggie and her mother might need financial assistance. അതായത് മാഗി ലെറ്റർ എഴുതിയ സമയത്ത് അവൾ ഫിനാൻഷ്യൽ ട്രബിൾ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ അവൾ ജോലിക്ക് പോവാത്തത് കൊണ്ട് അവൾക്ക് ക്യാഷിൻ്റെ ആവശ്യം ഉണ്ടാകും, അതുകൊണ്ടാണ് നരേറ്റർ മിസ്റ്റർ ഗുപ്ത കയ്യിൽ പണം കരുതിയത്. Why did Mr. Gupta and Maggie tiptoe into the sitting room? അതായത് എന്തുകൊണ്ടാണ് മിസ്റ്റർ ഗുപ്തയും മാഗിയും സ്വീകരണ മുറിയിൽ ഇരുന്നത് എന്നാണ്. മിസ്റ്റർ ഗുപ്ത ആൻഡ് മാഗി tiptoed into the sitting room because Maggie wanted to talk to him in private. They did not want to disturb the sick woman with their talk. അത് മാഗിക്ക് അയാളോട് സ്വകാര്യമായി സംസാരിക്കണം എന്നിട്ടായിരുന്നു, അതുകൊണ്ടാണ് അവർ സ്വീകരണ മുറിയിലിരുന്നത്. അവരുടെ സംസാരം അമ്മയെ, അതായത് അമ്മ ഒരു രോഗിയാണല്ലോ, അപ്പം അമ്മയെ അസ്വസ്ഥയാക്കരുതെന്ന് അവൾക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വാട്ട് റിക്വസ്റ്റ് ഡിഡ് മാഗി മേക്ക് ടു മിസ്റ്റർ ഗുപ്ത? അതായത് മിസ്റ്റർ ഗുപ്തയോട് മാഗി എന്താണ് അപേക്ഷിച്ചത് എന്നുള്ളതാണ്. മാഗി വാണ്ടഡ് മിസ്റ്റർ ഗുപ്ത ടു ഗേസ് ഇൻ ടു ക്രിസ്റ്റൽ ആൻഡ് ടെൽ ഹെർ മദർ ദാറ്റ് ഫ്രാങ്ക് വാസ് അലൈവ് ആൻഡ് വെൽ ഈവൻ ഇഫ് ഹി ഡിഡ് നോട്ട് സീ എനിത്തിങ് ഇൻ ദ ക്രിസ്റ്റൽ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത്
ആ സ്ഫടികത്തിലേക്ക് നോക്കിക്കൊണ്ട്, അതായത് ഒരു റിങ് ഉണ്ടായിരുന്നു, ആ റിങ്ങുമുള്ള സ്ഫടികത്തിലേക്ക് നോക്കിക്കൊണ്ട് ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ടെന്നും അവൻ സുഖമായിരിക്കുന്നുണ്ടെന്നും അമ്മയോട് പറയണമെന്നാണ് മാഗി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മദർ വാസ് സീരിയസ്ലി സിക്ക് ആൻഡ് ഹെർ സിക്നെസ് ഈസ് അഗ്രവേറ്റഡ് ബൈ ഹെർ വെറീസ് അബൌട്ട് ഫ്രാങ്ക് ഫ്രം ഹോം ഷീ ഹാസ് സീൻ ഹേർഡ് ഫോർ ലോങ്. അതായത് അമ്മയുടെ മകനായിട്ടുള്ള ഫ്രാങ്ക് ഒരുപാട് കാലമായിട്ട് അവനെക്കുറിച്ചിട്ട് വിവരമില്ല, അതുകൊണ്ടാണ് അമ്മക്ക് അസുഖം കൂടിയത്. അപ്പോൾ ഈ ഒരു ക്രിസ്റ്റലിൽ നോക്കിയിട്ട് അവൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്നും അവന് സുഖമായിരിക്കുന്നുണ്ടെന്നും പറഞ്ഞാൽ അമ്മക്ക് അത് ആശ്വാസമായിരിക്കും. അതുകൊണ്ടാണ് മാഗി അതാണ് അപേക്ഷിച്ചത്. ഓക്കെ. Mr. Gupta tells her that Frank is alive and well. It will help her to recover. Then, next question. Why was the crystal ring so special to Mrs. Clifford? ആ ക്രിസ്റ്റൽ റിങ്, അതായത് ആ സ്ഫടികക്കല്ല് വെച്ച മോതിരം മിസ്സിസ് ക്ലിഫോർഡിന് പ്രിയപ്പെട്ടതാവാൻ കാരണം എന്താണെന്നാണ്. ദ ക്രിസ്റ്റൽ റിങ് വാസ് സോ സ്പെഷ്യൽ ടു മിസ്സിസ് ക്ലിഫോർഡ് ബിക്കോസ് ഇറ്റ് വാസ് സെൻഡ് ബൈ ഹെർ സൺ ഫ്രാങ്ക് ഫ്രം ഇന്ത്യ. അതായത് അത് ഇന്ത്യയിൽ നിന്ന് ഫ്രാങ്ക്, മിസ്സിസ് ക്ലിഫോർഡിൻ്റെ മകൻ ഫ്രാങ്ക് ഇന്ത്യയിൽ നിന്ന് അയച്ചു കൊടുത്തതാണ് ആ സ്ഫടികക്കല്ല് വെച്ച മോതിരം. അതുകൊണ്ടാണ് മിസ്സിസ് ക്ലിഫോർഡിന് അത് പ്രിയപ്പെട്ടതാവാൻ കാരണം. Frank had written that the crystal ring was given to him by a yogi. The yogi had told him that the crystal ring was a magical one. If somebody looked into the crystal thing, thinking of a person who was even far away, he could see the person and what he was doing. Mrs. Clifford believed her son's words. അപ്പോൾ അവൻ ആ കത്തിലൂടെ അറിയിച്ചിരുന്നു അതൊരു മാന്ത്രിക മോതിരമാണെന്നും ഒരു യോഗിയാണ് ആ മാന്ത്രിക മോതിരം കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിരുന്നു. ആരെങ്കിലും മനസ്സിൽ ഒരാളെ കുറിച്ചിട്ട് ധ്വാനിച്ചുകൊണ്ട് മോതിരത്തിൽ സ്ഫടികത്തിൽ നോക്കിയാൽ അവരെ കാണാമെന്നും അവരെന്താ ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ സാധിക്കുമെന്നെല്ലാം ഫ്രാങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ട് മെയ്ഡ് മിസ്സിസ് ക്ലിഫോർഡ് റിക്കവർ? മിസ്സിസ് ക്ലിഫോർഡിൻ്റെ ആരോഗ്യനില വീണ്ടെടുത്തത് എങ്ങനെയെന്നാണ്. Mrs. Clifford's illness was aggravated because of her worries about her son Frank, from whom she had not heard for long. She did not know if he was alive and well. Maggie requested Mr. Gupta to look into the crystal ring and tell her mother that Frank was alive and well even if he saw nothing in the crystal ring. Gupta did accordingly and this made Mrs. Clifford recover from her illness. അതായത് എങ്ങനെയാണ് റിക്കവർ ചെയ്തത് മിസ്സിസ് ക്ലിഫോർഡ്? അതായത് ഫ്രാങ്കിനെ കുറിച്ചിട്ടൊരു വിവരമില്ല എന്ന് അറിഞ്ഞപ്പോഴാണ് അസുഖമൊക്കെ കൂടിയത്. അപ്പോൾ മാഗി മിസ്റ്റർ ഗുപ്തയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ക്രിസ്റ്റൽ റിങ്ങിൽ നോക്കിയിട്ട് ഫ്രാങ്ക് ജീവിച്ചിരിക്കുന്നുണ്ടെന്നും അവർ നല്ല ആരോഗ്യവാനായിരിക്കുന്നുണ്ടെന്നും അമ്മയോട് പറയണമെന്ന്. അതിനുശേഷമാണ് മിസ്സിസ് ക്ലിഫോർഡ് റിക്കവർ ആയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ വാസ് മിസ്റ്റർ ഗുപ്ത ashamed to face മിസ്സിസ് ക്ലിഫോർഡ്? അതായത് മിസ്സിസ് ക്ലിഫോർഡിനെ അഭിമുഖീകരിക്കാൻ ഗുപ്തക്ക് ഒരു നാണൊക്കെ തോന്നി. എന്തുകൊണ്ടാണെന്നാണ്. മിസ്റ്റർ ഗുപ്ത വാസ് ashamed to face മിസ്സിസ് ക്ലിഫോർഡ് ബിക്കോസ് ഫ്രാങ്ക് ഹാഡ് ബീൻ ഡെഡ് സം ഡേയ്സ് വെൻ ഹി ടോൾഡ് ദാറ്റ് ഹി വാസ് അലൈവ് ആൻഡ് വെൽ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു ക്രിസ്റ്റൽ റിങ്ങിൽ നോക്കിയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മിസ്സിസ് ക്ലിഫോർഡിനോട് നമ്മളുടെ ഗുപ്ത ഒരു കള്ളം പറഞ്ഞിരുന്നു. അതായത് ഫ്രാങ്ക് ജീവിച്ചിരിക്കുന്നുണ്ടെന്നും അവൻ സുഖമായിരിക്കുന്നുണ്ടെന്നും. അതൊരു കള്ളമായിരുന്നു. അതിനുശേഷം ആ ദിവസമാണ് ഫ്രാങ്ക് മരിക്കുന്നത്. അത് ഫേസ് ചെയ്യാനുള്ള മടിയാണ് ഗുപ്തക്കുള്ളത് എന്നാണ് പറയുന്നത്. സിൻസ് ഹി ഹാഡ് ടോൾഡ് ഹെർ എ ലൈ ഹി വാസ് ashamed to face her. The next question. What was the promise given to Maggie? അതായത് മാഗിക്ക് എന്ത് പ്രോമിസാണ്, എന്തുകൊണ്ടാണ് മാഗിക്ക് കൊടുത്ത വാഗ്ദാനം എന്തായിരുന്നു എന്നാണ്. വാട്ട് വാസ് ദ പ്രോമിസ് ഗിവൺ ടു മാഗി? അതായത് മാഗിക്ക് നമ്മളുടെ ഗുപ്ത കൊടുത്തിട്ടുള്ള വാഗ്ദാനം എന്തായിരുന്നു എന്നാണ്. The promise given to Maggie was that the narrator Mr. Gupta would visit the grave of her brother and Mort Monroe near Deragazi Khan when he goes to India. അതായത് എന്തായിരുന്നു മിസ്റ്റർ ഗുപ്ത കൊടുത്തത്? അതായത് മിസ്റ്റർ ഗുപ്ത ഇന്ത്യയിലെത്തുമ്പോൾ അയാൾ ദരഗാസി ഖാനിന് അടുത്തുള്ള ഫോർട്ട് മൺട്രോയിലെ ശവക്കോട്ടയിലെ അവളുടെ സഹോദരൻ്റെ കല്ലടക്കടുത്ത് ചെല്ലുമെന്നുള്ള വാഗ്ദാനമാണ് നമ്മളുടെ മാഗി കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡിഡ് മാഗി ഗിവിങ് എ ഷില്ലിംഗ് ടു മിസ്റ്റർ ഗുപ്ത? എന്തുകൊണ്ടാണ് മാഗി മിസ്റ്റർ ഗുപ്തക്ക് ഒരു ഷില്ലിംഗ് കൊടുത്തത്? Maggie gave a shilling to Mr. Gupta to buy flowers and place them on her brother's grave at Mort Monroe near Deragazi Khan when he goes to India. അതായത് ഇന്ത്യയിലേക്ക്
പോകുന്ന സമയത്ത് അവളുടെ ബ്രദർ മരിച്ച ശവക്കല്ലറയിൽ കുറച്ച് ഫ്ലവേഴ്സ് പൂക്കൾ വാങ്ങി വെക്കാനുള്ള ക്യാഷ് ആയിരുന്നു, ഷില്ലിംഗ് ആയിരുന്നു അതെന്നാണ് പറയുന്നത്. അതിനാണ് ആ ഷില്ലിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, I conclude here. Thank you for watching our video. If you are interested, please subscribe, comment, share, like.